ഹായ് ഗായ്സ്, വ്ളോഗ്സ് ഓഫ് ഡിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഞങ്ങൾ ഒന്നിച്ചിട്ടുള്ള യാത്ര തുടങ്ങിയിട്ട് ഇന്നേക്ക് 3 വർഷമാവുകയാണ്. ഞങ്ങളുടെ മാരേജ് നടന്നത് 2021 ഓഗസ്റ്റ് 23 കേട്ടോ. അപ്പോൾ ഇന്നേക്ക് 3 വർഷമാവുകയാണ്. പക്ഷേ ഇത്തവണ നമ്മൾ ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറിയും ഞങ്ങൾ അങ്ങനെ സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു കേക്ക് വാങ്ങിച്ച് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് കേക്ക് മുറിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഞങ്ങൾ നന്നായിട്ട് അടിപൊളി ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. ഗ്രാൻഡ് എന്ന് വെച്ചാൽ ഞാനും ദിവ്യേട്ടനും മാത്രമാണ്, പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഈ കാണുന്ന ഐഡിയാസ് മൊത്തം ദിവ്യേട്ടൻ്റെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പുറത്ത് പോയിട്ട് ആദ്യം ഒന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ രണ്ടാളും വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. സോ ഞങ്ങൾ വീട്ടിലൊക്കെ ഇതൊക്കെ സെറ്റ് ചെയ്തു. ദിവ്യേട്ടൻ പറഞ്ഞു നമുക്കൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്യാം. അപ്പം എല്ലാം ദിവ്യേട്ടൻ്റെ ഐഡിയ ആണ്. ഈ കാണുന്ന സംഭവങ്ങളൊക്കെ, ഈ ലൈറ്റ്, ബലൂണ്, ഇതൊക്കെ ദിവ്യേട്ടൻ്റെ ഐഡിയ ആയിരുന്നു. അപ്പോൾ ദിവ്യേട്ടനാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തത്. ശരിക്കും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ ഏകദേശം 11 മണിയോടെയാണ് കംപ്ലീറ്റ് ചെയ്തത്. കാരണം ഞങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷമാണ് ഇത് മൊത്തം അറേഞ്ച് ചെയ്തത്. അതിന് മുമ്പ് അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പോകാൻ ലേറ്റ് ആവുന്നത് കൊണ്ട് ഞങ്ങൾ കേക്ക് മുറി ആദ്യം തന്നെ അങ്ങ് തീർത്തായിരുന്നു. അതിനുശേഷം അവർ പോയതിന് ശേഷമാണ് ഞങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്തത്. ദിവ്യേട്ടനാണ് പറഞ്ഞത് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ, എന്നിട്ട് നമുക്ക് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറോട് കൂടി തന്നെ നമുക്ക് ആഘോഷിക്കാം എന്നുള്ളത്. സോ ദിവ്യേട്ടൻ എന്ത് ചെയ്തു, ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ദെൻ ഞങ്ങൾ അടിപൊളിയായിട്ട് കേക്കൊക്കെ മുറിച്ചു. ശരിക്കും ആ ഒരു വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് വളരെ വളരെ മെമ്മറബിൾ ആയിരുന്നു കേട്ടോ. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അടിപൊളി വെഡിങ് ആനിവേഴ്സറി ആണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഈ ആനിവേഴ്സറിൻ്റെ വ്ളോഗൊന്നും ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇതിലൊന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ. സോ നമുക്ക് നമ്മുടെ 3rd വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറിയായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഡയറി മിൽക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഇത് വീട്ടിൽ ഒരു ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് ഡയറി മിൽക്കൊക്കെ എടുത്തു. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എൻ്റെ വെഡിങ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊരു സുഖമില്ലാത്ത പരിപാടിയായിപ്പോൾ അല്ലേ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ വെഡിങ് ആ ദിവസത്തെ ആ വളരെ മനോഹരമായിട്ടുള്ള മൊമെൻറ്റിൻ്റെ വീഡിയോ ഞാനൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഞാനും ദിവ്യേട്ടനും ഒന്നായ ദിവസം ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങളുടെ ഫേവറേറ്റ് ഡേ എന്ന് പറയാം, ഞങ്ങളുടെ ബിഗ് ഡേ എന്ന് പറയാം. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹിതരായി. സോ ഇറ്റ് ഈസ് വെരി എന്താ പറയുക, വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അത്. പലർക്കും ഈ വിവാഹം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ആയിരിക്കും. എനിക്ക് ആ മൊമെൻറ്റിൽ ചെറുതായിട്ട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണല്ലോ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നത്. പക്ഷേ ഫ്രണ്ടിൽ ദിവ്യേട്ടനായതുകൊണ്ട് തന്നെ എൻ്റെ ഫുള്ള് ഫോക്കസ് ദിവ്യേട്ടനായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. സോ അത് നല്ല അടിപൊളിയായി ഗംഭീരമായിട്ട് നടന്നു. ഓക്കെ ഫൈൻ, നമുക്ക് നമ്മുടെ 3rd വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ വീഡിയോസിലേക്ക് കടക്കാം. ഈ കാണുന്ന ഒരു കേക്കാണ് കേട്ടോ. ആക്ച്വലി ഞങ്ങൾ കേക്ക് മുറിക്കാനൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഒരു മധുരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു 3 പീസ് കേക്ക് വാങ്ങിച്ചു. 3 വർഷമായല്ലോ വിവാഹം കഴിച്ചു. അതുകൊണ്ട് തന്നെ ഒരു 3 പീസുള്ള ഒരു കേക്ക് ഞാൻ വാങ്ങിച്ചു. അതിൽ ഞാൻ അവരോട് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ എഴുതിപ്പിച്ചു കേട്ടോ. ഞങ്ങൾ ഈ കേക്ക് മുറിക്കാൻ പ്ലാൻ ചെയ്ത പ്ലേസ് എന്ന് പറയുന്നത് ഒരു മൗണ്ട് വ്യൂവിൻ്റെ നടുവിലായിട്ടാണ്. അത് ചുറ്റിലും മൗണ്ടെയിൻസ് ആണ്, നല്ല രസമാണ്, അത് നല്ല അടിപൊളിയായിട്ടുള്ള മലകളും താഴ്വരകളും ആയിട്ടുള്ള നല്ലൊരു പ്ലേസ് ആണ്. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച പ്ലാൻ ആയതുകൊണ്ട് തന്നെ സമയം നന്നായിട്ട് വൈകിയായിരുന്നു. നല്ലതായിട്ട് ഇരുട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം വെളിച്ചമില്ല. പക്ഷേ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു സംഭവം. ഗൈസ് നല്ല ഇരുട്ടാണ് കേട്ടോ. നമ്മൾ നല്ല ഇരുട്ടത്താണ് മുറിക്കാൻ പോകുന്നത്. കേക്ക് ഓൾറെഡി പീസ് കേക്കാണ്, മുറിച്ച കേക്കാണ്. നമ്മൾ 3 ഇയേഴ്സ് ആയതുകൊണ്ട് 3 പീസ് വാങ്ങിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. എനിവേ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ട് കഴിച്ചിട്ട് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനല്ലേ പാടും. ഓക്കെ, ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. ബാക്കിൽ നിങ്ങൾ കോടയൊക്കെ കാണുന്നുണ്ടോ? ശരിക്കും ഒരു അടിപൊളി പ്ലേസ് ആണ്. പക്ഷെ കുറച്ച് വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ട്. കാരണം ഇപ്പം സമയം ഏകദേശം എത്രയും സമയം 7 മണിക്കാണ് കേട്ടോ നമ്മൾ കേക്ക് മുറിക്കുന്നത്. കേക്ക് മുറിക്കുന്നല്ല, ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു കേക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് കഴിക്കാൻ പോകുന്നത്. വണ്ടി പോകുന്നവരെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്നാൽ സംഭവം ഒന്നും അറിയാത്തതുകൊണ്ടായിരിക്കും. ഇനി ദിവ്യേട്ടാ പിടിച്ച ഓക്കെ. Of course. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ദിവ്യേട്ടാ ആൻഡ് നീതുപ്പിക്ക്. ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ കാണുമായിരുന്നു. പക്ഷെ വണ്ടി വരുന്നില്ല. നല്ല നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടുണ്ടാവുക അല്ലേ?
ഫൈനലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല രസമായിരുന്നു. നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റിയത് വളരെ വളരെ സന്തോഷം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും കാറിലേക്ക് കയറി. കാരണം സമയം നന്നായിട്ട് വൈകിയല്ലോ. അപ്പം ബാക്കിയുള്ള കേക്ക് ഞാൻ കാറിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ് പോയത്. കാരണം ദിവ്യേട്ടൻ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന എനിക്ക് എന്തെങ്കിലും പണി വേണ്ടെന്ന് വെച്ചിട്ട് ഞാനാണ് അത് മൊത്തം കഴിച്ച് തീർന്നത് കേട്ടോ. തീർത്തിട്ടുണ്ടായിരുന്നില്ല, ചെറിയ പീസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എവിടെ ആനിവേഴ്സറി ഗിഫ്റ്റ് എന്നൊക്കെ. ഈ കാണുന്ന വീഡിയോ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി നമ്മൾ വെഡിങ് ആനിവേഴ്സറിൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു 3-4 ദിവസം മുമ്പേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്ന സമയത്ത് ദിവ്യേട്ടൻ എന്നെയും കൂട്ടിയിട്ട് മലബാർ ഗോൾഡിൽ പോയിട്ടായിരുന്നു ഗിഫ്റ്റ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത്. അതൊരു സർപ്രൈസ് തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയായിരുന്നു. ഇത് ഒട്ടും പ്ലാനഡേ ആയിരുന്നില്ല. നാട്ടിൽ വന്ന സമയത്ത് ദിവ്യേട്ടൻ എന്നെയും കൂട്ടി മലബാർ ഗോൾഡിൽ പോയി. അപ്പോൾ ഞാനെപ്പം പറയുമായിരുന്നു എനിക്കൊരു ചെറിയ താലി വേണം. കാരണം എൻ്റെ കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെറിയ താലി വേണമെന്ന് ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള താലി ഏതാണെന്ന് നോക്കിയിട്ട് എടുത്തു. പക്ഷേ അത് ഡയമണ്ടിൻ്റെ താലി എടുത്തോന്നാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡയമണ്ടിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡയമണ്ടിൻ്റെ താലി വാങ്ങിച്ചു. ദെൻ ദിവ്യേട്ടൻ ഇതാ പേയ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവ്യേട്ടൻ അധികവും ഗോൾഡൊക്കെ വാങ്ങുന്നത് മലബാർ ഗോൾഡിൽ നിന്നാണ്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡയമണ്ടിൻ്റെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനൊക്കെ ഉണ്ട്. ഇവിടെ ഡയമണ്ടിൻ്റെ താലി വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 20-21,000 മുതലാണ് ഡയമണ്ടിൻ്റെ താലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ദിവ്യേട്ടൻ ഇതാ സാധനം വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ മലബാർ ഗോൾഡിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷത്തോടെയാണ് അറിയുന്നത്. കാരണം കയറുമ്പോൾ വിചാരിച്ചതേ ഉണ്ടായിരുന്നില്ല ഇങ്ങനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് ദിവ്യേട്ടാ, ഒരുപാട് താങ്ക്സ്. അങ്ങനെ ഞങ്ങൾ ഇതാ പോവുകയാണ് ഗൈസ്. ഇത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ വളരെ പ്രിയപ്പെട്ടൊരു ഗിഫ്റ്റാണ്. കാരണം എനിക്ക് ഒന്നാമത് ഈ ഗോൾഡ് അങ്ങനത്തെ ഐറ്റത്തിനോടൊന്നും ജ്വല്ലറി ഐറ്റത്തിനോടൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല. പക്ഷേങ്കിൽ എന്താണെന്നറിയില്ല താലീനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ താലി ഞാൻ വിചാരിച്ച രീതിയിൽ വിചാരിച്ച സൈസിൽ വിചാരിച്ച മോഡലൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ വളരെ ഒരു ഭാഗ്യം തന്നെയാണ്. സോ അതുകൊണ്ട് എനിക്ക് വളരെ വളരെ സന്തോഷമായിരുന്നു. Got a taste, can't erase bitterness in my face. Work a job every day till you dream. വെഡിങ് ആനിവേഴ്സറി നമ്മൾ കൺക്ലൂഡ് ചെയ്തത് 2 മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ദിവ്യേട്ടൻ പറഞ്ഞു നമുക്ക് മുട്ട കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് രാത്രി 11:30 പോയിട്ട് നല്ലൊരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി. ദെൻ അത് കൊണ്ടുപോയി ടേബിളിൽ വെച്ചതിന് ശേഷം ഞാനും ദിവ്യേട്ടനും ഒന്നിച്ചേർന്നിട്ട് അത് പീസാക്കി ഓരോ കഷ്ണങ്ങളാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് ഒന്നുകൂടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തു. കേക്ക് മുറിച്ചില്ലെങ്കിൽ എന്താ മുട്ട മുറിച്ച് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ 23-ാം തീയതി നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ചെറിയ രീതിയിൽ ആഘോഷിച്ചതിന് ശേഷം ഞങ്ങൾ 24-ാം തീയതി നാട്ടിലേക്ക് പോയി. അപ്പോൾ പോയ ദിവസം അമ്മയും അച്ഛനും കൂടിയിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി, നെയ്ച്ചോറ്, അയക്കൂറ പൊരിച്ചത്, അങ്ങനെ നല്ല അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനും ദിവ്യേട്ടനും ഒന്നിച്ചിരുന്നിട്ട് ഞാനും ദിവ്യേട്ടനും അച്ഛനും അമ്മയും എല്ലാവരും ഒരുമിച്ചിട്ടിരുന്ന് കഴിച്ചു. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഫുഡ് കൊണ്ട് മാത്രമായിരുന്നില്ല, അമ്മ ഞങ്ങളെ മറ്റൊരു രീതിയിൽ കൂടി സർപ്രൈസ് തന്ന് ഞെട്ടിച്ചായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാം കൂടി നല്ല വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തന്നത് നല്ല അടിപൊളിയായിട്ടുള്ള 2 പ്ലേറ്റാണ് കേട്ടോ. നല്ല രസമാണ് അതിൽ ഫുഡ് കഴിക്കാനൊക്കെ. ദിവ്യേട്ടന് കൊടുത്തിരുന്ന ഗിഫ്റ്റിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദിവ്യേട്ടൻ അതിങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഗൈസ് അത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലുള്ളത് അടിപൊളി ജഗ്ഗാണ് കേട്ടോ. നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ജഗ്ഗാണ്. എന്തായാലും ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപാട് സന്തോഷമായി. അതുകൊണ്ട് അമ്മയ്ക്ക് ഒരുപാട് നന്ദി ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഗിഫ്റ്റ് തന്നതിന്. അപ്പോൾ ഗായ്സ് എൻ്റെ ഈ വെഡിങ് ആനിവേഴ്സറി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു വെഡിങ് ആനിവേഴ്സറി തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.